ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ കാലത്ത് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഓട്ടടയാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് പഴയ അതായത് നാടൻ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഓട്ടട ചട്ടി ഒന്നും വേണ്ട ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലോട്ട് പോകും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മളുടെ ഏകദേശം 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരി അരച്ചിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെയല്ല, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്, അതേ ടേസ്റ്റിൽ തന്നെ. അപ്പോൾ 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി മെയിനായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതും ചേർത്തിട്ട് നമുക്കൊരു 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഏകദേശം 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം 1 കപ്പ് അരിപ്പൊടിക്ക്. ഇനി ഇത് നല്ല തിളച്ച വെള്ളം ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ആ ഒരു ചൂട് ഒന്ന് മാറി വരുമല്ലോ, ആ ഒരു സമയത്തുള്ളത് നമുക്ക് ഏകദേശം 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ ഡയറക്റ്റായിട്ട് ചുട്ടെടുക്കുന്നത്, ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പം വെള്ളം ഇനി ഒരുപാട് കൂട്ടിയൊന്നും ചേർത്ത് കൊടുക്കരുത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് അത്യാവശ്യം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ അപ്പത്തിൻ്റെ മാവിനേക്കാളും കട്ടി വേണം, എങ്കിൽ ദോശയുടെ മാവിൻ്റെ അത്ര കട്ടി വേണ്ട. ആ ഒരു രീതിയിലാണ് ഈ ഒരു ബാറ്ററിൻ്റെ തിക്നെസ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുമാത്രമല്ല ഒരുപാട് സമയമൊന്നും പുളിപ്പിക്കാനും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഒരു ചൂടുള്ള സ്ഥലത്ത് അടച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഹോൾസ് ഉള്ള നമുക്ക് ഓട്ടട ചുട്ടെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ അധികം ഹോൾസ് ഒന്നും വന്നില്ലെങ്കിൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. കൂടുതൽ സമയം വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഓട്ടട ചുട്ടെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിലും നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ ചുട്ടെടുക്കുന്ന ഓട്ടട ചട്ടിയിലാണ്, ഇവിടെ നമുക്ക് ഫ്രൈയിങ് പാനിലും ചുട്ടെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം മാവ് ഒഴിച്ചതിന് ശേഷം ഒരുപാട് സ്പൂൺ ഇട്ട് നമ്മളിങ്ങനെ പരത്തി കൊടുക്കരുത്. ജസ്റ്റ് ഇതുപോലെ പാൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ അടച്ച് വെക്കാം. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിറച്ച് ഇങ്ങനെ ഹോൾസ് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് വെച്ചാൽ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടടയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് കട്ടിയുണ്ട്. അതായത് പണ്ടത്തെ ഓട്ടട എന്ന് പറയുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ഒരു ഇതാണ്, അതായത് ഒരുപാട് സോഫ്റ്റ് അല്ല. നിങ്ങൾക്ക് ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട വേണം എന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ചോറും കൂടെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ചേർത്തിട്ട് അരയ്ക്കുവാണെങ്കിൽ നല്ല പഞ്ഞി പോലുള്ള ഓട്ടട തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഓട്ടട ചുടുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലെയിമിൻ്റെ കാര്യമാണ്. പിന്നെ ഒരുപാട് സ്പ്രെഡ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മാവ് ഒഴിക്കുക. മാവ് ഒഴിച്ച ഉടനെ തന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതായത് പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ ചെയ്ത് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum.